കഴിഞ്ഞ ദിവസം റിസാലയിൽ സഞ്ജയൻ എന്ന പേരിൽ എഴുതപ്പെട്ട ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയുണ്ടായി. ഞാനതിനെ മറ്റൊരു തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ശരിയും തെറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആരോഗ്യകരമായ സംവാദങ്ങൾ നിർമ്മാണാത്മകമായ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് നല്ലതാണ്. ഒരുപാട് സംഭാവനകൾ അത് ചെയ്യും. അതിനെ സഹിഷ്ണുതയോടെ അനുഭാവപൂർവ്വം കാണുന്നതാണ് മുസ്ലിം സമൂഹങ്ങളുടെ വിശിഷ്യ സുന്നി സംഘടനകളുടെ രീതി. ഞാൻ മറ്റൊരു തരത്തിലേക്ക് അതിനെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്, ഓഫീസിലാണ്. അതിപ്പോ എന്റെ വേഷം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ജോലിക്കിടയിൽ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ സംസാരിക്കുകയാണ്. ഇപ്പൊ കോഴിക്കോട് 1,900 മുസ്ലിം സംഘടനകളുടെ തലസ്ഥാനമാണ് കോഴിക്കോട് പട്ടണം. അത്ര തന്നെ പ്രസാധനാലയങ്ങൾ, മുഖപത്രങ്ങൾ, അതിൽ ദിനപത്രങ്ങളുണ്ട്, വാരികകളുണ്ട്, ദ്വൈവാരികകളുണ്ട്, മാസികകളുണ്ട്. പക്ഷേ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെ, പ്രസാധനാലയങ്ങളെ ഒരു ആഭ്യന്തര ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിക സംഘടനകളുടെ പ്രസാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രവർത്തിക്കുന്നത്, മുഖപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി ആസൂത്രണത്തോടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെ, കൃത്യമായ താല്പര്യങ്ങളോടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന ആത്മബോധത്തോടെ ഓരോ ആഴ്ചയും മുന്നോട്ടു പോകുന്ന എത്ര വാരികകൾ, മുഖപത്രങ്ങൾ നമുക്കുണ്ട് എന്നത് ആലോചനീയമാണ്. ഇപ്പൊ ഞാൻ ചില ഉലമാക്കളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പഴയ കാലത്തെ അൽബയാനിന്റെയും അൽ മുബാറക്കിന്റെയും ഓരോ ലക്കങ്ങൾക്കും വേണ്ടി കാത്തിരുന്ന അവരുടെ ആകാംക്ഷയെക്കുറിച്ച്. ചിലപ്പോൾ കിലോമീറ്ററുകളോളം ബസ് യാത്ര ഒഴിവാക്കി അന്നത്തെ 1 രൂപയും 2 രൂപയും ഒക്കെ അവർ സേവ് ചെയ്യും. എന്തിനാണ്? അൽ മുബാറക്കും അൽബയാനും വേഗത്തിൽ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമീപകാലത്ത് ഞാനൊരു പണ്ഡിതന്റെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നപ്പോ അല്ലിർഫാദിന്റെ മുഴുവൻ ലക്കങ്ങളും അവിടെ ബൈൻഡ് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന എത്ര ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോഴേക്ക് ആശങ്ക തോന്നാറുണ്ട്. ഇനി നമ്മുടെ പ്രസാധനാലയങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് വരാം. ഇത് റബീഉൽ അവൽ മാസമാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മലയാളത്തിൽ കൊള്ളാവുന്ന ഒരു പുസ്തകമുണ്ടോ? മാർട്ടിൻ ലിങ്സിന്റെ, ഡോക്ടർ ഹമീദുള്ള പാരിസിന്റെ, അതുപോലെ ഓറിയന്റലിസ്റ്റുകളുടെ പ്രവാചക വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഹുസൈൻ ഹൈക്കലിന്റെ, മുഹമ്മദ് നബിയൊക്കെ പോലെയുള്ള പുസ്തകങ്ങളുടെ മലയാള വിവർത്തനങ്ങൾ മാറ്റി നിർത്തിയാൽ ഇത്രയധികം മുസ്ലിം പ്രസാധനാലയങ്ങളുള്ള മലയാള പരിസരത്ത് നിന്ന് കൊള്ളാവുന്ന ഒരു പ്രവാചക ചരിത്രം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ ഭാര്യമാരെക്കുറിച്ച്, സന്താനങ്ങളെക്കുറിച്ച്, അനുചരന്മാരെക്കുറിച്ച്, അവിടുത്തെ ദർശനങ്ങളെക്കുറിച്ച് ഗൗരവമായ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന കൊള്ളാവുന്ന ഒരു പഠനം മലയാളത്തിൽ നിന്ന് ഇന്നേ വരെ പുറത്തിറങ്ങിയിട്ടുണ്ടോ? പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന കാലത്ത് മുട്ടാണിശ്ശേരിയെ പോലെയുള്ള ആളുകൾ നടത്തിയ ശ്രമങ്ങളുടെ 1/7 ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതൊരു ആത്മവിമർശനം കൂടിയാണ്, നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഇനി ആലോചിച്ചു നോക്കൂ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ഇസ്ലാമിക സമൂഹങ്ങളെ കുറിച്ച് പഠിക്കാൻ സാർവത് സൗലത്തിന്റെ ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹത്തിന്റെ വിവർത്തനമല്ലാതെ ഒരു മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവേഷണ പഠനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇനി നമ്മൾ പാരമ്പര്യ മുസ്ലിങ്ങളാണ് എന്ന അഭിമാനം കൊള്ളും. നമ്മുടെ അയിമ്മത്തിനെ കുറിച്ച്, ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ച്, 4 കർമ്മശാസ്ത്ര മദ്ഹബുകളുടെ ഇമാമിയങ്ങളെ കുറിച്ച്, വിശ്വാസശാസ്ത്രത്തിലെ നമ്മുടെ ഗുരുക്കളായ ഇമാം അശ്അരിയെയും ഇമാം മാതുരീദിയെയും കുറിച്ച്, നമ്മുടെ മറ്റ് അയിമ്മത്തുകൾ ഇമാം നവവിയെക്കുറിച്ച്, ഇമാം സുയൂത്തിയെക്കുറിച്ച്, ഇമാം റംലിയെക്കുറിച്ച്, അങ്ങനെ ഇമാം നാബിൽസി വരെയുള്ള നമ്മുടെ വിവിധങ്ങളായ ഇമാമിയങ്ങളെ കുറിച്ച്, ഇമാം ഗസാലിയെക്കുറിച്ച് നമ്മളിവിടെ വേണ്ട രൂപത്തിൽ, ഗൗരവമായ രൂപത്തിൽ പഠനങ്ങൾ നടത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇവിടെയുള്ള മുസ്ലിം പ്രസാധനാലയങ്ങൾ എന്താണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി നമ്മൾ ഇവിടെ സൂഫികളുടെ സൗഹാർദ്ദത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും നമ്മളൊക്കെ തസവൂഫിന്റെ ആളുകളാണ് എന്ന് മേനി പറയുകയും ചെയ്യും. കേരളത്തിലെ സൂഫി താവഴികളെ കുറിച്ച്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെയുള്ള സൂഫി ഗുരുക്കളെ കുറിച്ച്, അഹമ്മദുൽ കബീർ റിഫായിയെ കുറിച്ച്, ഇമാം ഷാദുലിയെ കുറിച്ച്, ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ഹാജ മൊയ്നുദ്ദീൻ ചിസ്തിയെ കുറിച്ച് കൊള്ളാവുന്ന ഒരു പഠനം മലയാളത്തിൽ ഏതെങ്കിലും മുസ്ലിം പ്രസാധനാലയങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള മതേതര സമൂഹത്തിലൊക്കെ വളരെ വികൃതമായി ജലാലുദ്ദീൻ റൂമിയെ പോലെയുള്ള മഹാന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് നമ്മൾ വിലപിക്കും. എന്നാൽ ആരാണ് ജലാലുദ്ദീൻ റൂമി എന്ന് പരിചയപ്പെടുത്തുന്ന, ഇവിടെയുള്ള പൊതുസമൂഹത്തിന് അവലംബിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഗൗരവമാത്ര രൂപത്തിൽ നടത്തിയ ജലാലുദ്ദീൻ റൂമിയെ കുറിച്ചുള്ള ഒരു ജീവചരിത്രം പഠനം മലയാളത്തിൽ ഏതെങ്കിലും മുസ്ലിം പ്രസാധനാലയങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രസ്ഥാനം പ്രസിദ്ധീകരിക്കുന്നതാണെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്, അവരെന്ത് ഇസ്ലാമിനെയാണ് പഠിക്കേണ്ടത്, ഇനി ഇസ്ലാമേതര സമൂഹങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ രൂപപ്പെടുത്തേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ കൃത്യമായ ലക്ഷ്യത്തിൽ വളരെ ആസൂത്രണത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട വലിയ സംവിധാനങ്ങൾ, ഒരുപാട് ആളുകളുടെ എഫേർട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് ഇനി ഇതിനൊക്കെ ശേഷം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഇന്ത്യ 900 കാലം നമ്മൾ ചരിത്ര പഠനത്തിലേക്ക് പോവുകയാണെങ്കിൽ 900 വർഷം മുസ്ലിം സാമ്രാജ്യം ഭരണം നടത്തിയ ഇന്ത്യയുടെ ഒരു ചരിത്രം, അതിനെക്കുറിച്ച് വളരെ വികലമായ, ഇന്ന് പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് മുസ്ലിം സാമ്രാജ്യങ്ങൾ ഭരണം നടത്തിയ കാലത്തെ ചരിത്രങ്ങൾ പോലും വികലമാക്കി നമ്മളെ വേട്ടയാടുന്ന കാലത്ത് മുസ്ലിം സാമ്രാജ്യങ്ങൾ നടത്തിയ ഭരണത്തെക്കുറിച്ച്, അന്നത്തെ ചരിത്രത്തെക്കുറിച്ച് ഗൗരവപൂർവ്വമുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ മലയാളത്തിൽ നടക്കുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇനി നമ്മുടെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച്, അതിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പാരമ്പര്യത്തെക്കുറിച്ച് നല്ല കൊള്ളാവുന്ന ഒരു പുസ്തകം നമുക്കുണ്ടോ? ഇപ്പോഴും റോളൻ മില്ലറൊക്കെയല്ലേ നമ്മുടെ ആശ്രയം. കൊള്ളാവുന്നൊരു തനത് മലയാള രചന മുത്തുനബിയെ കുറിച്ച് പോലും നമുക്ക് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള ഇസ്ലാമിക പ്രസാധനാലയങ്ങളും പ്രസിദ്ധീകരണങ്ങളും നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇടത് വലത് രാഷ്ട്രീയത്തെ കുറിച്ചാണ്. നമ്മളിപ്പോഴും പ്രസിദ്ധീകരിക്കുന്നത് ഗൗരി ലങ്കേഷിന്റെ പ്രസംഗങ്ങൾ, കനയ്യകുമാറിന്റെ പോരാട്ടങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ ഭൂതകാലം, ട്രംപിന്റെ ഭാവി, തലശ്ശേരി വിഭവങ്ങൾ, വിജയിക്കാനുള്ള 7 സൂത്രങ്ങൾ, മികച്ച പ്രഭാഷകനാകാനുള്ള എളുപ്പവഴികൾ, ഇതൊക്കെയാണ് കേരളത്തിലെ മലയാളി മുസ്ലിം പ്രസാധനാലയങ്ങളുടെ ഇഷ്ടവിഭവം. ഇതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഗൗരവത്തോടെ, കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെയും കാലത്തെയും മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ നമ്മുടെ ആനുകാലികങ്ങൾ എന്തിനാണ്? ഇവിടെ ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കേരള രാഷ്ട്രീയത്തെ അവലോകനം ചെയ്തുകൊണ്ടൊരു പുസ്തകം എഴുതി, അത് പ്രസിദ്ധീകരിക്കാൻ എനിക്കിവിടെയുള്ള ഏതെങ്കിലും മതസംഘടനകളുടെ പ്രസാധനാലയങ്ങൾ അവലംബിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ ഒരു പബ്ലിക് സ്പേസിലുള്ള അത്തരം പ്രസിദ്ധീകരണങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളില്ലേ? അതല്ല ഒരു മതസംഘടനകളുടെ പ്രസാധനാലയങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം തന്നെ പറയുമ്പോൾ പാരമ്പര്യ മുസ്ലിങ്ങളുടെ പരിസരത്ത് നിന്നാകുമ്പോൾ അവരുടെ മുഖപത്രങ്ങൾ എങ്ങനെയാണ് ഒരു പാരമ്പര്യ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തേണ്ടത്? ഇനിയിപ്പോ ഒരു പൗരത്വ പ്രശ്നം നടക്കുകയാണ്, അതിന്റെ കേവല രാഷ്ട്രീയ വിശകലനങ്ങൾക്കപ്പുറം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പൗരത്വം പോലും പ്രതിസന്ധിയിലാകുമ്പോൾ ആത്മീയമായിട്ട് എങ്ങനെയാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഇത്തരത്തിലുള്ള ഗഹനമായ പഠനങ്ങൾ, നമ്മുടെ ദാർശനികമായ തലത്തിൽ നിന്നുകൊണ്ടുള്ള രചനകൾ നമ്മുടെ ആനുകാലികങ്ങൾ വരാറുണ്ട്. കേരളത്തിലെ മുസ്ലിം ആനുകാലികങ്ങളുടെ അവസ്ഥ എന്താ? ഈ കുറെ സോക്കോൾഡ് എഴുത്തുകാരെ കൊണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് കൊടുത്ത് ഇന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലേഖനം തരൂ എന്ന് പറഞ്ഞ് എരന്ന് വാങ്ങിയിട്ട് ലേഖനം പ്രസിദ്ധീകരിച്ച് എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ആനുകാലികങ്ങളും പ്രസിദ്ധീകരണങ്ങളും പ്രസാധനാലയങ്ങളും നടത്തുന്നത്? അതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങളും പ്രസാധനാലയങ്ങളും കുറച്ചുകൂടി ഗൗരവപൂർവം, കൃത്യമായ ആസൂത്രണത്തോടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം ഞാൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ ചിലപ്പോൾ ഇടപെടാറും ഇത്തരം പലതിന്റെയും ഭാഗമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ആ തരത്തിൽ ഒരു ആത്മവിമർശനമായി കൊണ്ട് തന്നെ ഞാൻ ഉന്നയിക്കുകയാണ്.